എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 13 ശ്ലോകം 37 മുതൽ 42 വരെ 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ഔദ്ധവ ഉപദേശം തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 37. ദേഹോപി ദൈവവശഃ ഖലു കർമ്മ യാവത് സ്വാരംഭകം പ്രതി സമീക്ഷത ഏവ സാസു തം സപ്രപഞ്ചമധിരൂഢ സമാധിയോഗ സ്വപ്നം പുനർ ന ഭജതേ പ്രതിബുദ്ധവസ്തു. ഈ ദേഹത്തിനെ ഏതൊക്കെ തരത്തില് പരിരക്ഷ ചെയ്തിട്ടും നശിച്ചു പോകും അല്ലെ. എന്നാൽ ഒട്ടും പരിപാലിക്കാതിരിക്കുന്ന ജ്ഞാനിയുടെ ദേഹം വളരെ വേഗത്തിൽ നശിച്ചു പോവില്ലേ എന്ന് ശങ്ക ഉണ്ടാവും. ദേഹം പ്രാരബ്ധം നിമിത്തം ഉണ്ടായിരിക്കുന്നതാണ്. ഫലത്തെ കൊടുക്കാൻ ആരംഭിച്ചതായ ആ പ്രാരബ്ധ കർമ്മത്തിന് എത്ര കാലം വരെ ഈ ദേഹത്തെ നിലനിർത്താൻ ശക്തിയുണ്ടോ അത്ര കാലം ഈ ദേഹം നിലനിൽക്കും. പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും യാതൊരു ദോഷവും കൂടാതെ അവയുടെ പ്രവൃത്തി ശരിയായി നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. എന്നാൽ ശരീരത്തിനെ രക്ഷിക്കുന്ന പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ആസക്തി സംഭവിക്കും എന്ന് ഒട്ടും സംശയിക്കേണ്ട. ആത്മപ്രബോധ നിമിത്തം ശരീരഭാവന ഇല്ലാത്തത് കൊണ്ട് പ്രാരബ്ധം ശരീരത്തെ രക്ഷിക്കുകയും താൻ സ്വരൂപാനന്ദത്തിൽ നിന്ന് തെറ്റാതെ ഇരിക്കുകയും ചെയ്യും. അതിനാൽ നിരതിശയമായ സമാധി സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവിന് നിസ്സാരമായ ശരീരസുഖത്തിൽ ആസക്തി വരുമെന്ന് ഊഹിക്കണത് കൂടി ലജ്ജാകരാണ്. ശക്തനായിട്ടുള്ള ഒരുവൻ ഒരു ചക്രത്തെ ഒരിക്കൽ ഉരുട്ടിവിട്ടാൽ ആ ചക്രം കുറെ നേരം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും അല്ലെ. ആ കൈ കൊണ്ട് തിരിക്കുന്ന ആ ചക്രത്തിന് സിദ്ധിച്ച ആ ശക്തിയുടെ നാശത്തില് ചക്രവും വീണു, പിന്നെ ഉരുളില്ല. അതുപോലെ പ്രാരബ്ധ ശക്തി നിലനിൽക്കുന്നത് വരെ ദേഹചക്രം അങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരുടെ ശരീരത്തിന്റെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ. ശരീരത്തെ വിശേഷമായി രക്ഷിച്ചുകൊണ്ടിരുന്നാലും പ്രാരബ്ധ അവസാനത്തില് നശിക്കുന്നത് സാധാരണയായതുകൊണ്ട് ജ്ഞാനിയുടെ ശരീരത്തിനും അത് തന്നെയാണ് അവസ്ഥ. എന്നാൽ സ്വപ്നത്തിൽ കണ്ട പദാർത്ഥത്തെ ഉണർന്നവൻ രണ്ടാമത് കാണാത്തതുപോലെ സമാധിയിൽ ഉണർന്നിരിക്കുന്ന യോഗി ദേഹാഭിമാനത്തോടു കൂടാതെ പ്രാരബ്ധ നാശം വരെ ജീവിക്കുകയും അവസാനത്തിൽ ദേഹത്തെ ഉപേക്ഷിച്ച് കൈവല്യം പ്രാപിക്കുകയും ചെയ്യുന്നു. തസ്യ താവദേവ ചിരം യാവൻ ന വിമോക്ഷ്യ അഥ സമ്പൽസ്യേ. തസ്യ എന്ന് പറഞ്ഞാൽ അവന് താവത് ഏവ എത്ര കാലം വരെ മാത്രമേ ചിരം താമസമുള്ളൂ, യാവത് എത്ര കാലം വരെ ന വിമോക്ഷ്യേ വിമോചിക്കാതിരിക്കുന്നുവോ, അഥ സമ്പൽസ്യേ അനന്തരം സായുജ്യം പ്രാപിക്കുന്നു. ശരീരം തീരെ വിടുന്നതുവരെ സിദ്ധൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ശരീര വിമോചനാനന്തരം അവൻ ആത്മാവായി ഭവിച്ചു എന്നർത്ഥമായിട്ടുള്ള ഈ ശ്രുതിവാക്യം അതാ മുൻപ് പറഞ്ഞ അർത്ഥത്തെ സ്ഥാപിച്ചിരിക്കണം. മയേതദുക്തം വോ വിപ്ര ഗുഹ്യം യത് സാഖ്യയോഗയോഃ ജാനീതമാഗതം യജ്ഞം യുഷ്മത് ധർമ്മ വിവക്ഷയാ. അല്ലയോ വേദസാരത്തെ അറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, സാഖ്യശാസ്ത്രത്തിലും യോഗശാസ്ത്രത്തിലും വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന തത്വത്തെ നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി ഹംസമൂർത്തിയായി വന്നിരിക്കുന്ന വിഷ്ണുവാണ് ഞാൻ എന്ന് നിങ്ങൾ അറിയുവിൻ എന്ന് ഭഗവാൻ തന്നെ പറയും. ജ്ഞാനം മാത്രമല്ല ധർമ്മത്തെക്കുറിച്ചും ഉപദേശിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു ഭഗവാൻ. അത് മറ്റൊരു അധ്യായത്തില് വീണ്ടും വരുന്നുണ്ട്. അഹം യോഗസ്യ സാഖ്യസ്യ സത്യസ്യർത്ഥസ്യ തേജസ പരായണം ദ്വിജശ്രേഷ്ഠാഃ ശ്രിയഃ കീർത്തേ ധമസ്യ ച. യോഗം, സാഖ്യം, ധർമ്മം, സത്യം, തപസ്, സമ്പത്ത്, കീർത്തി എന്നീ സാധനങ്ങളാൽ
ഏതു സ്ഥാനത്തെ പ്രാപിക്കാൻ ഓരോരുത്തർ കാക്ഷിക്കുന്നുവോ, ഹേ ദ്വിജശ്രേഷ്ഠന്മാരെ, ആ പരമപദം ഞാനാകുന്നു. മാം ഭജന്തി ഗുണാ സർവേ നിർഗുണം നിരപേക്ഷകം സുഹൃദം പ്രിയമാത്മാനം സാമ്യാസംഗാദയോ ഗുണാഃ. സത്വാദി ഗുണങ്ങളെ കടന്നിരിക്കുന്നതിനാൽ ഒന്നിനെയും അപേക്ഷിക്കാതെ ഇരിക്കുന്ന എന്നെ സമഭാവനാദി ഗുണങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ ഏവർക്കും പരമപ്രേമാസ്പദമായും ആത്മാവായും സുഹൃത്തായും ഇരിക്കുന്നു. ഒന്നിലും ആസക്തിയില്ലാത്ത എന്നെ യാതൊന്നും ബന്ധിക്കാത്തതിനാൽ സാമ്യാസംഗാദികൾ എന്റെ നിത്യഗുണങ്ങളാകുന്നു. സത്വാദി ഗുണ പരിണാമങ്ങളെല്ലാം ഗുണചേതസ്സുകളുടെ അന്യോന്യ ബന്ധം ആത്മാവായ എനിക്ക് ബന്ധത്തെ ഉണ്ടാക്കി തീർക്കുന്നു എന്ന നിങ്ങളുടെ ശങ്ക ഇപ്പൊ പരിഹരിച്ചില്ലേ എന്നാണ് ഭഗവാൻ സൂചിപ്പിച്ചത്. ഇതി മേ ഛിന്ന സന്ദേഹ മുനയഃ സനകാദയ സഭാജയിത്വാ പരയാ ഭക്ത്യാ ഗൃണത സംസ്തവൈഃ. ഇപ്രകാരം എന്റെ ഉപദേശത്താൽ സർവസന്ദേഹങ്ങളും തീർന്ന സനകാദി മഹർഷിമാര് പരമഭക്തിയോടുകൂടി എന്നെ സൽക്കരിച്ച് സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു. തൈരകം പൂജിത സമ്യക് സംസ്തുത പരമർഷിഭി പ്രത്യയായ സ്വകം ധാമ പശ്യത പരമേഷ്ഠിന. പരമയോഗ്യന്മാരായ ആ മഹർഷിമാരാൽ പൂജിക്കപ്പെട്ടും സ്തുതിക്കപ്പെട്ടും കൊണ്ടിരുന്ന ഞാൻ ബ്രഹ്മാവ് കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ സ്ഥാനത്തെ പ്രാപിച്ചു എന്നതാ ഭഗവാൻ പറയണു. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശ സ്കന്ധേ ത്രയോദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 13-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.